ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ സ്പീക്കർ ശ്രീ എൻ ഷംസീർ, ഈ ചടങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള പമ്പ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ ഏതാനും നിമിഷങ്ങൾക്കും എത്തിച്ചേരുന്ന കേരളത്തിൻ്റെ ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മന്ത്രിമാർ, അതുപോലെ തന്നെ ഗവൺമെൻറ് ചീഫ് സെക്രട്ടറി അടക്കം ഉള്ള നിയമസഭാ സാമാജികർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മാധ്യമപ്രവർത്തകരെ, കേരള നിയമസഭയുടെ വിവിധ പരിപാടിയാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ പമ്പ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം, അതോടൊപ്പം തന്നെ മുൻ നിയമസഭാ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാറിൻ്റെ ഉപഹാര സമർപ്പണം അടക്കം വിപുലമായിട്ടുള്ള പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ നിയമസഭാ ഹൗസിലെ പുതിയ കെട്ടിടവും തീർച്ചയായും വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കുകയാണ്. കാരണം നമ്മുടെ സൗകര്യങ്ങൾ, നിയമസഭാ സാമാജികർക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനമായ ലക്ഷ്യം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ, കേരളത്തിൻ്റെ പാരമ്പര്യം രാജ്യത്തിന് മാതൃകയാണ്. അതോടൊപ്പം മികച്ച സൗകര്യങ്ങൾ എടുക്കുന്നതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കേണ്ടതുണ്ട്. നിയമസഭാ സാമാജികരുടെ വാസസ്ഥലം എന്നതിന് അപ്പുറം അവരുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയത്തക്ക നിലയിൽ അതിൻ്റെ പ്രവർത്തന ഓഫീസ് എന്നുള്ള നിലയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനും നിയമസഭാ സാമാജികരെ കാണുന്ന ആളുകൾക്ക് എത്തിച്ചേരാനും നിയമസഭാ പ്രവർത്തനം ശക്തിപ്പെടുത്താനും കഴിയുന്ന തരത്തിലേക്കുള്ള എല്ലാ സംവിധാനവുമാണ് നമ്മുടെ ഈ ഹോസ്റ്റലിൽ ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 25 വർഷങ്ങൾ ചരിത്രത്തിലെ സവിശേഷമായ ഒരു കാലഘട്ടമാണ്. രാഷ്ട്രീയം, സാമൂഹികം, സാങ്കേതികവിദ്യ, മൂല്യബോധങ്ങൾ തുടങ്ങി എല്ലാ മാറ്റങ്ങൾക്കും വിധേയമായിരുന്നു. ആ മാറ്റങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിച്ചുകൊണ്ടാണ് കേരളവും അതിൻ്റെ സഭാ സംവിധാനവും വളർന്നത്. നമ്മുടെ സഭയും അതിൻ്റെ ഭരണ സംവിധാനവും ലോകത്തിനാകെ മാതൃകയാണ്. നവോത്ഥാന നായകരുടെ സാന്നിധ്യവും ചിന്താധാരയും സംസ്ഥാനത്തെ നിയമസഭയെ പ്രോജ്വലമാക്കിയിട്ടുണ്ട്. ജനാധിപത്യത്തിൻ്റെ വികാസ പരിണാമങ്ങൾ സ്വാഭാവിക പരിണാമങ്ങളാണ്. അത് പോരാട്ടങ്ങളുടെയും ത്യാഗോജ്വലമായ സമരങ്ങളുടെയും ഫലമായി ഉണ്ടായതാണ്. 1888 ഓഗസ്റ്റ് മാസം 23 ഉച്ചയ്ക്ക് 12 മണിക്ക് കൂടി ഹജൂർ ഓഫീസിൽ 8 പേരുമായി തുടങ്ങിയ ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിന്ന് നമ്മൾ 15ാം കേരള നിയമസഭയിൽ എത്തി നിൽക്കുകയാണ്. മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം, ഉത്തരവാദിത്ത ഭരണ പ്രഖ്യാപനം, പുന്നപ്പറവേലാർ, സർ CP-യുടെ അമേരിക്കൻ മോഡൽ, അങ്ങനെ എത്രയോ ചരിത്ര സംഭവങ്ങൾ നമുക്ക് ഓർമ്മിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. നവോത്ഥാന നായകർ ആഗ്രഹിച്ച പോലെ സമൂഹത്തെ മാറ്റിമറിക്കുന്ന നിയമങ്ങൾ കൊണ്ടുവരാൻ മാറി വന്ന നിയമനിർമ്മാണ സഭകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഭൂപരിഷ്കരണം, വിദ്യാഭ്യാസ പരിഷ്കരണം, അധികാര വികേന്ദ്രീകരണം, സമ്പൂർണ്ണ സാക്ഷരത, ആരോഗ്യരംഗം, സ്ത്രീ ശാക്തീകരണം, സഹകരണ മേഖല തുടങ്ങി രംഗങ്ങളിൽ മഹത്തായ നേട്ടങ്ങൾ കൊണ്ടുവരാൻ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കായിട്ടുണ്ട്. മാറ്റത്തിലേക്ക് ചുവടുവെക്കാൻ പഴയ കൊച്ചി, തിരുവിതാംകൂർ, തിരുക്കൊച്ചി നിയമസഭകളടക്കം സംഭാവന നൽകിയിട്ടുണ്ട്. ഇനി വരുന്ന തലമുറയെ നമുക്ക് കാണാതിരിക്കാനാവില്ല. നിയമസഭയും കേരളവും അവർക്ക് വേണ്ടിയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. കേരളത്തെ ഒരു വിജ്ഞാനാധിഷ്ഠിത സമൂഹമാക്കുക എന്നതിൻ്റെ അർത്ഥവ്യാപ്തി വളരെ വലുതാണ്. ഇൻ്റർനെറ്റ് സാക്ഷരത എന്നതിൻ്റെ കാലം കഴിഞ്ഞു പോയിരിക്കുന്നു. ഇൻ്റർനെറ്റ് നിത്യജീവിതത്തിൻ്റെ ഭാഗമായ അതിൽ ജീവിക്കുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടിയാണ് നമ്മൾ സംവിധാനങ്ങൾ ഒരുക്കേണ്ടത്. ആ തലമുറ നിയമസഭയിലും
എത്തിയിരിക്കുകയാണ്. നമ്മളിന്ന് 15ാം കേരള നിയമസഭയുടെ ഭാഗമായി ഈ പരിപാടി സംഘടിപ്പിക്കുകയാണ്. ഈ നിയമസഭാ മന്ദിരം ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ രാഷ്ട്രപതി KR നാരായണനാണ്. പോയ വർഷങ്ങൾ എത്രയോ പാർലമെൻ്ററി പരിഷ്കാരങ്ങളായി, പുതിയ നിയമസഭാ സമിതികൾ, പുതിയ നടപടിക്രമങ്ങൾ, പാർലമെൻ്ററി പഠന പരിശീലന കേന്ദ്രം, നിയമസഭാ മ്യൂസിയം, മാധ്യമ അവാർഡ്, ഈ നിയമസഭ, അങ്ങനെ എത്രയോ മാറ്റങ്ങൾ ഈ സഭയെയും സ്ഥാപനത്തെയും കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്ന അന്തരീക്ഷത്തിലാണ് നമ്മൾ നിയമസഭാ സാമാജികർക്കായി പമ്പ ബ്ലോക്ക് പുതുക്കി പുതിയ ഒരു സമുച്ചയം തന്നെ നിർമ്മിച്ചത്. പഴയ പമ്പ ബ്ലോക്കിൽ താമസിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ഇവിടെ ഇരിക്കുന്ന പല സീനിയർ MLA മാരും മുൻ MLA മാരും ഒക്കെ അവിടെ താമസിച്ചിട്ടുണ്ട്. ഇന്ന് ആ പമ്പ ബ്ലോക്ക് ഇല്ലാതായി പുതിയ സംവിധാനങ്ങളോടുകൂടി ഏറ്റവും മികച്ച ഇനി വരാൻ പോകുന്ന നിയമസഭാ സാമാജികർക്ക് താമസിക്കാൻ കഴിയുന്ന തരത്തിൽ ഏറ്റവും മികച്ച ഒരു താമസ സൗകര്യമാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. ഞാൻ കൂടുതലായി മറ്റു കാര്യങ്ങളിൽ പോകുന്നില്ല. ഈ പമ്പ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ ഇവിടെ നിയമസഭാ സെക്രട്ടറി ആയിരുന്ന ശ്രീ N. കൃഷ്ണകുമാറുള്ള ഉപകാര സമർപ്പണം അടക്കം നടക്കുന്ന ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേരുന്ന കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് നിയമസഭയുടെ സ്പീക്കർ ശ്രീ AN ഷംസീറാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഈ ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ KN ബാലഗോപാൽ, ബഹുമാനമായ വകുപ്പ് മന്ത്രിയെ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസിന് സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെൻ്ററി വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷിന് സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനെ സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ V. ശിവൻകുട്ടിയെ സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട മ്യൂസിയം വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട അബ്ദുൾ റഹ്മാൻ സ്പോർട്സ് വകുപ്പ് മന്ത്രിക്ക് സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജന് സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട ഹൗസ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീ കോവൂർ കുഞ്ഞുമോനെ സ്വാഗതം ആശംസിക്കുന്നു. ചീഫ് സെക്രട്ടറിയെ സ്വാഗതം ആശംസിക്കുന്നു. സെക്രട്ടറി ഇൻചാർജ് ഷാജി C. ബേബിക്ക് സ്വാഗതം ആശംസിക്കുന്നു. മുൻ നിയമസഭാ സെക്രട്ടറി ഡോക്ടർ N. കൃഷ്ണകുമാറിന് സ്വാഗതം ആശംസിക്കുന്നു. ഈ ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന മുൻ മന്ത്രിമാർ, MLA മാർ, അതുപോലെ തന്നെ നിയമസഭാ ജീവനക്കാർ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, മാധ്യമപ്രവർത്തകർ, പ്രിയപ്പെട്ട മുഴുവൻ പേരെയും ഈ ചടങ്ങിൻ്റെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പുതിയതായി നിർമ്മിച്ച പമ്പ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഈ പ്രവൃത്തിയെ സംബന്ധിച്ച ഒരു സാങ്കേതിക റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിക്കുന്നു. കേരള നിയമസഭയിലെ സാമാജികർക്ക് താമസിക്കുന്നതിനായി 1971 നിർമ്മിതമായ പമ്പ ബ്ലോക്കിൽ സാമാജികർക്ക് സകുടുംബം താമസിക്കുന്നതിനോ വേണ്ടത്ര മറ്റ് സൗകര്യങ്ങളുണ്ടായിരുന്നില്ല. മുറികൾക്കുള്ളിൽ വേണ്ടത്ര കാറ്റും വെളിച്ചവും ലഭ്യമായിരിക്കുകയും പാർക്കിംഗ് സൗകര്യവും അപര്യാപ്തമായിരുന്നു. കൂടാതെ കാലപ്പഴക്കം കെട്ടിടത്തെ ബാധിച്ചിരുന്നു. ഇക്കാരണങ്ങളാലാണ് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു പുതിയ കെട്ടിടം ആവശ്യമായി വന്നത്. പല ഘട്ടങ്ങളിലായി ആവശ്യമായ മാറ്റം വരുത്തിയാണ് പൊതുമരാമത്ത് ആർക്കിടെക്ചർ വിഭാഗം ഈ കെട്ടിടത്തിൻ്റെ അന്തിമ രൂപരേഖ തയ്യാറാക്കിയിട്ടുള്ളത്. നിയമസഭാ ഹോസ്റ്റലിലെ പമ്പ ബ്ലോക്കിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി 9/11/2021 ഉന്നതതല സമിതി യോഗത്തിൽ ചർച്ച നടത്തുകയും ആർക്കിടെക്ചറൽ ഡ്രോയിങ് അംഗീകരിക്കുകയും EPC മോഡിൽ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശവും ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന്
ഉന്നതതല യോഗത്തിൽ EPC മോഡിൽ ഈ പദ്ധതി നിർവഹിക്കുവാൻ തീരുമാനിച്ചു. അതനുസരിച്ച് തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം ഗവൺമെൻറ്റിലേക്ക് സമർപ്പിക്കുകയും ആയതിന് 12/12/2029 സർക്കാർ ഉത്തരവ് പ്രകാരം 76.9651 കോടി രൂപയുടെ ഭരണാനുമതി ലഭ്യമാവുകയും ചെയ്തു. ഇതിൽ സിവിൽ പ്രവൃത്തികൾക്കായി 48.53 കോടി രൂപയും മെക്കാനിക്കൽ പ്രവൃത്തികൾക്ക് 5.34 കോടി രൂപയും ഇലക്ട്രിക്കൽ പ്രവൃത്തികൾക്ക് 3.3 കോടി രൂപയും ഇലക്ട്രോണിക്സ് പ്രവൃത്തികൾക്ക് 5.17 കോടി രൂപയും ആണ് വകയിരുത്തിയെന്നുള്ളത്. EPC മോഡിൽ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ തയ്യാറെടുപ്പുകൾക്ക് പഴയ കെട്ടിടം പൊളിച്ചു മാറ്റണം എന്ന തീരുമാനിച്ചതനുസരിച്ച് MSTC വഴി ലേലം ചെയ്ത് 36 ലക്ഷം രൂപയ്ക്ക് സർക്കാരിലേക്ക് ഒടുക്കി ലേലം ചെയ്ത് പൊളിച്ചു മാറ്റിയിട്ടുള്ളതാണ്. PWD കെട്ടിട വിഭാഗത്തിൽ ആദ്യമായിട്ടാണ് EPC മോഡിൽ ഒരു പദ്ധതി നിർവഹിക്കുന്നത്. ആയതിനാൽ EPC മോഡിന് ആവശ്യമായ സ്റ്റാൻഡേർഡ് ബിഡിംഗ് ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കി കെട്ടിട വിഭാഗത്തിൽ നിന്ന് സർക്കാരിലേക്ക് സമർപ്പിക്കുകയും പൊതുമരാമത്ത് വകുപ്പും ധനകാര്യ വകുപ്പും നിയമവകുപ്പും വിശദമായ പരിശോധന നടത്തുകയും ഈ സ്റ്റാൻഡേർഡ് ബിഡിംഗ് ഡോക്യുമെൻറ്റ്സിന് അംഗീകാരം നൽകുകയും ചെയ്തു. അതനുസരിച്ച് പൊതുമരാമത്ത് വകുപ്പ് ദക്ഷിണ മേഖല സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഈ പ്രവൃത്തിക്ക് ടെൻഡർ ക്ഷണിക്കുകയും കുറഞ്ഞ നിരക്കിൽ കോട്ട് ചെയ്ത ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പ്രവൃത്തി ഏറ്റെടുക്കുകയും ചെയ്തു. എസ്റ്റിമേറ്റ് തുകയുടെ 2% കുറഞ്ഞ തുകയിൽ 1/8/2023 കരാറിൽ ഏർപ്പെടുകയും ചെയ്തു. പ്ലാനിംഗ്, രൂപകൽപ്പന, വിവിധ അനുമതികൾ എന്നിവയ്ക്ക് 5 മാസവും നിർമ്മാണ പ്രവൃത്തിക്ക് പൂർത്തീകരിക്കുന്നതിന് 25 മാസവും അടക്കം 30 മാസമായിരുന്നു പദ്ധതിയുടെ പൂർത്തീകരണ കാലാവധി. തുടർന്ന് 5 കൊല്ലത്തെ പരിപാലനവും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. 13 നിലകളിലുള്ള നിർദ്ദിഷ്ട കെട്ടിടത്തിൽ സെല്ലാർ, സബ് സെല്ലാർ നിലകളിൽ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 27 വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യമാണ് ഈ കെട്ടിടത്തിനുള്ളത്. 31 കാറുകൾ പാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സിസ്റ്റവും ഈ പദ്ധതിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ ക്യാൻറ്റീൻ, മൾട്ടിപർപ്പസ് ഹാൾ, റിക്രിയേഷൻ ഹാൾ, മിനി കോൺഫറൻസ് ഹാൾ, ഒരു ഗസ്റ്റ് സ്യൂട്ട്, ഒരു ഫ്ലാറ്റ് എന്നിവയുമുണ്ട്. മുകളിലത്തെ 10 നിലകളിലായി 60 ഫ്ലാറ്റുകൾ ഉൾപ്പെടുത്തിയാണ് ഈ കെട്ടിടം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഈ കെട്ടിടത്തിൽ 4 ലിഫ്റ്റുകൾ, ഫയർ എസ്കേപ്പിംഗ് സ്റ്റെയർ ഉൾപ്പെടെ 2 സ്റ്റെയർ കേസുകൾ ഉൾപ്പെടുന്നു. ഈ കെട്ടിടത്തിൻ്റെ മൊത്തം വിസ്തീർണം 11,706 ചതുരശ്ര മീറ്ററാണ്. ഏകദേശം 1,200 മുതൽ 1,300 വരെ ചതുരശ്ര അടി വിസ്തീർണമുള്ള ഓരോ ഫ്ലാറ്റിലും 2 ബെഡ്റൂം, ഒരു അടുക്കള, ഒരു ഡൈനിങ് ഹാൾ, ഒരു ലിവിംഗ് ഏരിയ, ഒരു ഓഫീസ് റൂം, 4 ശുചിമുറികൾ എന്ന് ഉൾപ്പെടുന്നു. ഓരോ ഫ്ലാറ്റിലേക്ക് ആവശ്യമായ കട്ടിലുകൾ, കസേരകൾ, ഡൈനിങ് ടേബിൾ, സോഫ സെറ്റ് തുടങ്ങിയ മൂവബിൾ ഫർണിച്ചറുകൾക്കും കോമൺ ഏരിയയിലെ ഫർണിച്ചറുകൾക്കുമായി 2.3 കോടി രൂപ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പദ്ധതിയുടെ ആവശ്യമായ മൂവബിൾ ഫർണിച്ചറുകളുടെ സപ്ലൈ സർക്കാർ സ്ഥാപനമായ റബ്കോ മുഖാന്തരമാണ് നടപ്പിലാക്കുന്നത്. ഏറ്റവും വാസയോഗ്യവും ഹരിതവുമായാണ് ഈ സമുച്ചയം. ഉള്ളിലെ ചൂട് നിയന്ത്രിക്കുന്നതിനും സ്വാഭാവിക വായു പ്രവാഹത്തിനും കാര്യക്ഷമമായ ഊർജ്ജ വിനിയോഗത്തിനും കഴിയുമാറാണ് സർക്കാർ ഈ സമുച്ചയം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. സോളാർ പാനൽ, ഫയർ ഫൈറ്റിംഗ് ടാങ്ക്, ടെറസ് എന്നിവ അടക്കം 40 മീറ്ററാണ് ഈ കെട്ടിടത്തിൻ്റെ ആകെ ഉയരം. കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിനായി നേതൃത്വം നൽകുന്ന, നമ്മെ നയിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രത്യേക പരിഗണന നൽകിയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. അതിൻ്റെ ഫലമായി പ്രവൃത്തി വേഗത്തിൽ നടത്തുന്നതിന് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ സഹായിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്കുള്ള നന്ദി. സ്പീക്കറായി ചുമതലയേറ്റവുടൻ തന്നെ ഈ പദ്ധതിക്ക് മുന്തിയ പരിഗണന നൽകി നിരന്തരം പദ്ധതിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വിലയിരുത്തുകയും അതിനുവേണ്ട ഇടപെടലുകൾ നടത്തുകയും ആവശ്യമായ നിർദ്ദേശം നൽകുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ AN ഷംസീർ അവർക്ക് നിയമസഭാ സെക്രട്ടേറിയറ്റിനും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട MLA-മാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനായി ഇത്തരം ഫ്ലാറ്റുകൾ ആവശ്യമാണെന്ന് വിഭാവനം ചെയ്യുകയും അതിനാവശ്യമായ തുടർ നടപടി സ്വീകരിക്കുകയും ചെയ്ത മുൻ സ്പീക്കർ ശ്രീ ശ്രീരാമകൃഷ്ണൻ അവർക്കും പദ്ധതിയുടെ സാക്ഷാത്കാരത്തിനായി ഉന്നതതല സമിതി രൂപീകരിക്കുകയും ഭരണാനുമതി ലഭിക്കുന്നതിന് വേണ്ട ഇടപെടലുകൾ നടത്തിയ മുൻ സ്പീക്കർ ശ്രീ MP രാജേഷ് അവർക്കുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും. അതോടൊപ്പം തന്നെ ഈ പ്രവൃത്തി EPC മോഡിൽ അറേഞ്ച് ചെയ്യുന്നതിനും സമയബന്ധിതമായി ബിൽ തുക മാറി നൽകുന്നതിനും സംവിധാനം ഒരുക്കുന്ന ധനകാര്യ വകുപ്പിനും ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീ KR വേണുഗോപാൽ അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പൊതുമരാമത്തുവിൻ്റെ സുസ്ഥിരമായ പ്രവർത്തനത്തിന് എല്ലാ നേതൃത്വവും നൽകി സമയബന്ധിതമായി പ്രവൃത്തി പൂരിപ്പിക്കുന്നതിന് വേണ്ട മാർഗ്ഗനിർദ്ദേശം നൽകിയ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ PM മുഹമ്മദ് റിയാസ് അവർക്ക് ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ പ്രവൃത്തിക്ക് എല്ലാവിധ സപ്പോർട്ടുകളും നൽകിയ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റൻ ഗോകുമാർ അവർ, ഹൗസ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ കോവൂർ കുഞ്ഞുമോൻ അവർ എന്നിവരെയും നന്ദിപൂർവ്വം സ്മരിക്കുന്നു.
ഈ പ്രവൃത്തിയുടെ കരാർ ഏറ്റെടുത്ത് നിർവഹിച്ച ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കും അതിൻ്റെ മാനേജ്മെൻറ്റിനും തൊഴിലാളി സുഹൃത്തുക്കൾക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. ഈ പ്രവൃത്തി നടപ്പിലാക്കുന്നതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകിയ കേരള നിയമസഭാ സെക്രട്ടറിയിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും പൊതുമരാമത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, നിയമസഭാ സെക്രട്ടറി, അല്പസമയം കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിലൂടെ എത്തിച്ചേരും. കേരള നിയമസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇവിടെ നാം സാക്ഷ്യം വഹിക്കുന്നത്. നിയമസഭാ സാമാജികർക്ക് താമസിക്കാനുള്ള ഹോസ്റ്റൽ പമ്പ ബ്ലോക്ക് ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ്. നേരത്തെ പഴയ ഡിസൈനിലായിരുന്നു പമ്പ ബ്ലോക്ക് നിർമ്മിച്ചത്. അത് പുതിയ ഡിസൈനിലേക്ക് മാറ്റി സെല്ലാറും ഒപ്പം 11 നിലകളും അടങ്ങിയ 60 നിയമസഭാ സാമാജികർക്ക് താമസിക്കാൻ സാധിക്കുന്ന ഒരു മനോഹരമായ നിയമസഭാ ഫ്ലാറ്റായി അത് മാറുകയാണ്. അതുകൂടി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി കേരള നിയമസഭയിലെ എല്ലാ സാമാജികർക്കും ഫ്ലാറ്റിൽ താമസിക്കാൻ സാധിക്കുന്ന സാഹചര്യം ഒരുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. 2013 ബഹുമാനപ്പെട്ട ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പുതിയ സമുച്ചയം വേണമെന്ന ആശയം ഉയർന്നത്. 2016 ബഹുമാനപ്പെട്ട സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ അതിന് നേതൃത്വം കൊടുത്തു. തുടർന്ന് 2018 അതിൻ്റെ അനുമതി ലഭിക്കുന്നത്. അനുമതിക്ക് വൈകാനിടയായ കാരണങ്ങൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ NOC ലഭിക്കാനിടയായ കാലതാമസമാണ്. 2018 അനുമതി ലഭിച്ചു. തുടർന്ന് EPC മോഡലിലാണ് ആ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. അത് നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് ഇന്നിവിടെ നാടിന് സമർപ്പിക്കപ്പെടാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂടി എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് ഒരുപാട് പരിപാടികൾ ഇതിന് ശേഷവുമുണ്ട്. അതുകൊണ്ട് സുദീർഘമായ ഒരു അധ്യക്ഷ പ്രസംഗത്തിൽ ഞാൻ മുതിരുന്നില്ല. ഇവിടെ പറയാനുള്ള കാര്യം, ഇത് ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. 90% പ്രവൃത്തി ഇവിടെ പൂർത്തീകരിച്ചു. 10% പ്രവർത്തനങ്ങൾ ബാക്കിയുണ്ട്. അത് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പാകെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് പൂർത്തീകരിച്ച് ഏപ്രിൽ മാസത്തോടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് 16ാമത് കേരള നിയമസഭ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം പുതിയ സാമാജികർക്ക് ആ ഫ്ലാറ്റ് സമുച്ചയത്തിൽ താമസിക്കാൻ പാകത്തക്ക നിലയിലാണ് ഞങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇത് കേരള നിയമസഭയുടെ ഈ പ്രവർത്തനം ഞങ്ങൾക്കെല്ലാ പിന്തുണയും നൽകിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ഒപ്പം കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ, ഇതിൻ്റെ തുടക്കക്കാരെന്ന നിലയിൽ ശ്രീ പി ശ്രീരാമകൃഷ്ണനോടും ശ്രീ MB രാജേഷിനോടും അവരുടെ തുടർച്ചക്കാരെന്ന നിലയിൽ ആ പ്രവർത്തനം ഞാൻ പിന്നീട് ഏറ്റെടുത്ത് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഓരോ ഫ്ലാറ്റിൻ്റെ വിസ്തൃതിയും ഇവിടെ നേരത്തെ പരാമർശിക്കപ്പെട്ടു. ഫ്ലാറ്റിൽ ആവശ്യമായ ഫേർണിച്ചേഴ്സ് ഞങ്ങൾക്ക് നൽകുന്നത് സഹകരണ സ്ഥാപനമായ റബ്കോ ആണ്. എല്ലാ അർത്ഥത്തിലും ചന്ദ്രഗിരിയുടെയും നെയ്യാറിൻ്റെയും പമ്പയും കൂടി പൂർത്തീകരിക്കപ്പെടുമ്പോൾ 3 ബ്ലോക്കുകളിലായി സാമാജികർക്ക് സകുടുംബം താമസിക്കാൻ സാധിക്കുന്ന സാഹചര്യം ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. നേരത്തെ ബാച്ചിലേഴ്സ് എന്ന കോൺസെപ്റ്റായിരുന്നു നിയമസഭാ ഹോസ്റ്റലിൽ ഉണ്ടായതെങ്കിൽ ഇതുകൂടി പൂർത്തീകരിക്കപ്പെടുമ്പം കേരള നിയമസഭയിലെ 3 ഫ്ലാറ്റുകളിലും സകുടുംബം നിയമസഭാ സാമാജികർക്ക് താമസിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് ഇത് ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന് ഞങ്ങളുമായി സഹകരിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ നേരത്തെ പരാമർശിച്ചു, ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ, ഒപ്പം 2021 ശേഷം ഈ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി മോണിറ്റർ ചെയ്ത ഇപ്പോഴത്തെ പൊതുമരാമത്ത് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസിനോടുമെല്ലാം കേരള നിയമസഭയ്ക്ക് വേണ്ടിയുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കാൻ കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരന്മാരെ, പമ്പ ബ്ലോക്കിനെ പറ്റി ഇവിടെ വിശദമായി തന്നെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ
നിയമസഭാ സാമാജികർക്ക് ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി ഉള്ളൊരു വാസസ്ഥലം ഒരുക്കിയതാണ് ഈ പമ്പ ബ്ലോക്ക്. ഇത് സാധാരണ നിലയിൽ നിയമസഭാംഗങ്ങളുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ഉതകുമെന്നാണ് കാണുന്നത്. ഇവിടെ 5 ബ്ലോക്കാണ് നിയമസഭാ ഹോസ്റ്റലിലുള്ളത്. ഈ ബ്ലോക്ക് 1971 നിർമ്മിച്ചതായിരുന്നു. അപ്പോൾ 50 വർഷത്തിലധികം പഴക്കമുള്ള ബ്ലോക്ക്. അന്ന് സൗകര്യങ്ങൾ കുറവായിരുന്നു. കുടുംബസമേതം താമസിക്കുക എന്ന സങ്കല്പമേ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, വലിയ തോതിലുള്ള അസൗകര്യങ്ങളും ഈ മുറികളിൽ ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത. അത്തരമൊരു സാഹചര്യവും കാലപ്പഴക്കവും എല്ലാം കൂടി ചേർന്നപ്പോഴാണ് 2012 10 നിലകളുള്ള പുതിയ കെട്ടിടം പണിയാൻ തീരുമാനിക്കുന്നത്. ആ കാലത്ത് ഇവിടെ പ്രസ്താവിച്ചതുപോലെ ശ്രീ പി ശ്രീരാമകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ പിന്നീട് ഇതിനായി പുതിയ പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കി. അപ്പോൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ NOC ലഭിക്കേണ്ടതുണ്ടായിരുന്നു. അതും നേടിയെടുത്ത് ഈ പദ്ധതിക്ക് വേഗത കൂട്ടുന്നതിന് കഴിഞ്ഞു. പിന്നീട് സ്പീക്കറായി ശ്രീ MB രാജേഷ് വന്നപ്പോൾ അദ്ദേഹം അധ്യക്ഷനായിക്കൊണ്ട് കക്ഷി നേതാക്കൾ ഉൾപ്പെട്ട ഒരു ഉന്നതതല സമിതി മേൽനോട്ടത്തിനായി നിയോഗിച്ചു. വളരെ ഊർജിതമായാണ് പിന്നീട് പ്രവർത്തനം നീങ്ങിയത്. ഇവിടെ ഇപ്പോഴത്തെ സ്പീക്കറുടെ കാലത്ത് പൂർണ്ണതയിലെത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇതിന് ചില സവിശേഷതകളുള്ളത്. പൊതുമരാമത്ത് വകുപ്പ് EPC മോഡിൽ നിർമ്മിക്കുന്ന, EPC എന്ന് പറഞ്ഞാൽ എൻജിനീയറിംഗ് പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ, ഈ മോഡിൽ നിർമ്മിക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ ബിൽഡിംഗ് 76,96,00,000 രൂപയാണ് പദ്ധതിയുടെ ചെലവ്. 10 നിലകളിലായി 60 ഫ്ലാറ്റുകളാണ് ഇവിടെ ഉണ്ടാവുക. ഇതിനു പുറമെ 2 സെല്ലാറുകൾ, 2 ഗസ്റ്റ് സൂട്ടുകളും ഒരുക്കിയിട്ടുണ്ട്. കുടുംബസമേതം MLA-മാർക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 1200 സ്ക്വയർ ഫീറ്റ് ഓരോ ഫ്ലാറ്റും വിസ്തീർണമുണ്ട്. 2 ബെഡ്റൂം, ലിവിങ് ഏരിയ, ഡൈനിങ് ഹാൾ, അടുക്കള ഇവയൊക്കെ ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ പ്രത്യേക ഓഫീസ് മുറികൾ, അകത്തു നിന്നും പുറത്തു നിന്നും പ്രവേശനമുള്ള പ്രത്യേക ഓഫീസ് മുറികളും മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സൗകര്യവും ഇതിനോടൊപ്പമുണ്ട്. പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചാണ്
ഈ ബഹുനില മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത്. പരിസ്ഥിതി സൗഹൃദപരമായ ഈ മന്ദിരത്തിൽ സോളാർ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫ്ലാറ്റുകളിലെ ഫർണിച്ചറുകൾ ഇവിടെ പറഞ്ഞു റെപ്കോയാണ് നൽകുന്നത്. പൊതുമേഖലയെയും സഹകരണ മേഖലയെയും കോർത്തിണക്കി മികച്ച സൗകര്യങ്ങൾ എങ്ങനെ ഒരുക്കാമെന്നതിന് ഉദാഹരണമായിട്ടാണ് ഈ ബ്ലോക്ക് മാറുന്നത്. നിയമസഭാ ഹോസ്റ്റൽ പരിസരത്തെ മുഴുവൻ ബ്ലോക്കുകളിലും ഇനി നിയമസഭാ സാമാജികർക്ക് കുടുംബസമേതം താമസിക്കാനാവും. അടുത്ത നിയമസഭയിലെ അംഗങ്ങൾക്ക് ഈ ആധുനിക സൗകര്യങ്ങൾ പ്രയോജനപ്പെടും. 2023 നിർമ്മാണം ആരംഭിച്ച ഈ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് മുൻകൈയെടുത്ത എല്ലാവരെയും ഹാർദമായി അഭിനന്ദിക്കട്ടെ. ഈ ദൗത്യം ഭംഗിയായി നിറവേറ്റിയ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പുതിയ പമ്പ ബ്ലോക്കിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. ശ്രീ വി അബ്ദുറഹ്മാൻ സാറിനെയും ആദരവും ക്ഷണിക്കുന്നു. നിയമസഭാ നടപടിക്രമങ്ങൾ വെബ്കാസ്റ്റ് ചെയ്യുന്നതിനായി തയ്യാറാക്കിയ പുതിയ വെബ്കാസ്റ്റിംഗ് സോഫ്റ്റ്വെയറിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിയെ ക്ഷണിക്കുന്നു. KLIBF 4ാം പതിപ്പിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മെഗാ ഇവൻറ്റുകളിൽ മികച്ച മെഗാ ഇവൻ്റ് അവതരിപ്പിച്ച മാധ്യമ സ്ഥാപനത്തിനുള്ള ബെസ്റ്റ് മെഗാ ഇവൻ്റ് അവാർഡ്, ഏറ്റവും
മികച്ച മെഗാ ഷോ ഒരുക്കിയത് ഏഷ്യാനെറ്റ് ജിയോ സ്റ്റാർ ആണെന്ന് ജൂറി വിലയിരുത്തുകയുണ്ടായി. ചൈത്രവസന്തം മെഗാ ഷോ ഒരുക്കിയ ഏഷ്യാനെറ്റ് ജിയോ സ്റ്റാറിന് വേണ്ടി പുരസ്കാരം ഏറ്റുവാങ്ങാൻ ശ്രീ കിഷൻ കുമാറിനെ ക്ഷണിക്കുന്നു. ഏറ്റവും മികച്ച രണ്ടാമത്തെ മെഗാ ഇവന്റ് ശരത് കാലം മെഗാ ഷോ ഒരുക്കിയ ന്യൂസ് മലയാളം 24/7 വേണ്ടി പുരസ്കാരം വാങ്ങാൻ ശ്രീ മഹേഷ് ചന്ദ്രനെ ക്ഷണിക്കുന്നു. പുസ്തകോത്സവം 4ാം പതിപ്പിന്റെ ഭാഗമായി അച്ചടി, ദൃശ്യ, ശ്രവ്യ, ഓൺലൈൻ വിഭാഗങ്ങളിൽ മികച്ച രീതിയിൽ പുസ്തകോത്സവ വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ, റിപ്പോർട്ടർമാർ, വീഡിയോഗ്രാഫർ, ഫോട്ടോഗ്രാഫർ എന്നിവർക്കും സോഷ്യൽ മീഡിയയിലെ മികച്ച റിപ്പോർട്ടിങ്ങിനുമാണ് അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. 10,000 രൂപയും മെമൻറ്റോയും സർട്ടിഫിക്കറ്റും അടങ്ങുന്നതാണ് അവാർഡ്. ശ്രവ്യ മാധ്യമ വിഭാഗത്തിൽ മികച്ച രീതിയിൽ പുസ്തകോത്സവ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ക്ലബ് FM-ന്റെ ഭാരവാഹികളെ ക്ഷണിക്കുന്നു. അച്ചടി മാധ്യമ വിഭാഗത്തിൽ മികച്ച രീതിയിൽ പുസ്തകോത്സവ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതിന് ശ്രീ ബിച്ചു PB, മെട്രോ വാർത്ത. ദൃശ്യമാധ്യമ വിഭാഗത്തിൽ മികച്ച രീതിയിൽ പുസ്തകോത്സവ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതിന് കുമാരി ഇന്ദുലേഖ രാജു, മാതൃഭൂമി ന്യൂസ്. ഓൺലൈൻ മാധ്യമ വിഭാഗത്തിൽ മികച്ച രീതിയിൽ പുസ്തകോത്സവ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതിന് ശ്രീ നിസാർ മുഹമ്മദ്, വീക്ഷണം. സോഷ്യൽ മീഡിയ വിഭാഗത്തിൽ മികച്ച രീതിയിൽ പുസ്തകോത്സവ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതിന് കുമാരി ജാസ്മിൻ RB. മികച്ച ഫോട്ടോഗ്രാഫർ ശ്രീ KB ജയചന്ദ്രൻ, മെട്രോ വാർത്ത. മികച്ച വീഡിയോഗ്രാഫർ വിഭാഗത്തിൽ 2 വിജയികളുണ്ട്. ശ്രീ പ്രകാശ് SS, കൈരളി ന്യൂസ്. ശ്രീ ബിപിൻ കുമാർ K, റിപ്പോർട്ടർ TV. പരാമർശം 3 പേർക്ക് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചിട്ടുണ്ട്. 5,000 രൂപയും മെമൻറ്റോയും സർട്ടിഫിക്കറ്റും അടങ്ങുന്നതാണ് അവാർഡ്. അച്ചടി മാധ്യമ വിഭാഗത്തിൽ കുമാരി അനഘ രാജീവ്, ജനയുഗം. ഓൺലൈൻ മാധ്യമ വിഭാഗത്തിൽ ശ്രീമതി രമ്യ റാം, ഏഷ്യാനെറ്റ് ന്യൂസ് ഓൺലൈൻ.
സോഷ്യൽ മീഡിയ വിഭാഗത്തിൽ ശ്രീ സെന്തിൽ ജെ. രണ്ടായിരത്തി 2024 ഭരണഭാഷ സേവന സാഹിത്യ പുരസ്കാര വിജയികൾക്കുള്ള സമ്മാനദാനം. ഭരണഭാഷ സേവന പുരസ്കാരം ഗ്രൂപ്പ് 1 ഒന്നാം സ്ഥാനം ശ്രീ ശ്യാം KS അണ്ടർ സെക്രട്ടറി. രണ്ടാം സ്ഥാനം ശ്രീമതി ശ്രീവിദ്യ S സെക്ഷൻ ഓഫീസർ. ഗ്രൂപ്പ് 2 വിഭാഗം അസിസ്റ്റന്റ്. ഒന്നാം സ്ഥാനം ശ്രീമതി ലക്ഷ്മി CK സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ്. രണ്ടാം സ്ഥാനം ശ്രീമതി രശ്മി R ചന്ദ്രൻ അസിസ്റ്റന്റ്. കാറ്റലോഗ് അസിസ്റ്റന്റ്. ഒന്നാം സ്ഥാനം ശ്രീമതി ഷിഫാനി M. കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്. ഒന്നാം സ്ഥാനം ശ്രീമതി പ്രേമ NV സെലക്ഷൻ ഗ്രേഡ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്. രണ്ടാം സ്ഥാനം ശ്രീ സനൽകുമാർ W സെലക്ഷൻ ഗ്രേഡ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്. ഭരണഭാഷാ സാഹിത്യ പുരസ്കാരം കഥ. ഒന്നാം സ്ഥാനം ശ്രീ ശ്യാം KS അണ്ടർ സെക്രട്ടറി. രണ്ടാം സ്ഥാനം ശ്രീ ദിനേഷ് കുമാർ K ഡെപ്യൂട്ടി സെക്രട്ടറി. മൂന്നാം സ്ഥാനം ശ്രീ പ്രസാദ് V ഇൻഫർമേഷൻ അസിസ്റ്റന്റ്. കവിത. ഒന്നാം സ്ഥാനം ശ്രീമതി നീതു MS അസിസ്റ്റന്റ്. രണ്ടാം സ്ഥാനം ശ്രീ ശങ്കർ KK അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ. മൂന്നാം സ്ഥാനം ശ്രീമതി ശ്രീവിദ്യ S സെക്ഷൻ ഓഫീസർ. ഉപന്യാസം. ഒന്നാം സ്ഥാനം ശ്രീമതി നസിയ നസീർ അസിസ്റ്റന്റ്. രണ്ടാം സ്ഥാനം ശ്രീ വിഷ്ണു SS സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ്. മൂന്നാം സ്ഥാനം ശ്രീമതി രാഖി KV സെക്ഷൻ ഓഫീസർ ഹയർ ഗ്രേഡ്. അടുത്തത് ഭരണഭാഷാ വാരാഘോഷം 2025 കഥ. ഒന്നാം സ്ഥാനം ശ്രീമതി ശ്രീവിദ്യ S സെക്ഷൻ ഓഫീസർ. രണ്ടാം സ്ഥാനം ശ്രീ ശ്യാം KS അണ്ടർ സെക്രട്ടറി. കവിത. ഒന്നാം സ്ഥാനം ശ്രീ വിഷ്ണു SS സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ്. രണ്ടാം സ്ഥാനം ശ്രീ പ്രസാദ് V ഇൻഫർമേഷൻ അസിസ്റ്റന്റ്. ഉപന്യാസം. ഒന്നാം സ്ഥാനം ശ്രീ ശ്യാം KS അണ്ടർ സെക്രട്ടറി. രണ്ടാം സ്ഥാനം ശ്രീ TT രാജു കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2. കൃതജ്ഞതയ്ക്കായി സെക്രട്ടറി ഇൻചാർജ് ശ്രീ ഷാജി C ബേബിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നമസ്കാരം. ചടങ്ങിനെ കൃതജ്ഞത അർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ അതിലേക്ക് കടക്കുന്നു. ആദ്യമായി ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ
ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ സാറിന് ഈ യോഗത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. പമ്പ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോകുമാർ സാറിന് യോഗത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസ്, എം പി രാജേഷ്, റോഷി അഗസ്റ്റിൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, അതുപോലെ നമ്മുടെ ഗവൺമെൻറ് ചീഫ് ഡോക്ടർ ജയരാജ് സാർ, കോവൂർ കുഞ്ഞുമൻ സാർ, അതുപോലെ ഈ യോഗത്തിൽ പങ്കെടുത്ത മറ്റ് മന്ത്രിമാർ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ഈ പിന്നെ നമ്മുടെ മുൻ സെക്രട്ടറി ഡോക്ടർ എൻ കിഷോകുമാർ സാർ ആദരം ഇവിടെ ആദരവ് നൽകി. അദ്ദേഹത്തിന് ഈ യോഗത്തിൽ പങ്കെടുത്തതിന് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ഇവിടെ പുരസ്കാരം ഏറ്റുവാങ്ങിയ ഏഷ്യാനെറ്റിൻ്റെ കിഷൻകുമാർ, ന്യൂസ് 24 മലയാളം, ന്യൂസ് മലയാളം 24/7 മഹേഷ് ചന്ദ്രൻ, അതുപോലെ മറ്റ് മീഡിയ അവാർഡ് ജേതാക്കൾ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ഇവിടെ ഈ നമ്മുടെ ഈ ചടങ്ങിൽ നമ്മുടെ ക്ഷണപ്രകാരം പങ്കെടുത്ത നമ്മുടെ പുരസ്കാര ജേതാക്കൾ, മാധ്യമ പുരസ്കാര ജേതാക്കൾ, മറ്റ് മാധ്യമ പ്രവർത്തകർ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ അതുപോലെ ഈ ചടങ്ങിൽ പങ്കെടുത്ത PWD ജീവനക്കാരുണ്ട്, ULCCSൻ്റെ ജീവനക്കാർ, നിയമസഭാ ജീവനക്കാർ, മറ്റ് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ, അതുപോലെ മുൻ മന്ത്രിമാർ, മുൻ MLAമാർ, പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.